നമുക്കിവിടെ നിന്നൊരു സ്പെഷ്യൽ കുബൂസ് ഉണ്ടാക്കാം. ബട്ടറൊക്കെ തൂത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടൊരു കുബൂസാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്കിനി ഈസ്റ്റ് എടുക്കാം. അത് ഞാൻ പൊടിയായിട്ടുള്ള ഒരു തരം ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പൊങ്ങൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് അലിയിച്ചെടുത്താൽ മതിയാവും വെള്ളത്തിൽ. അങ്ങനെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം അതിനകത്ത് നിന്നൊരു 3-4 സ്പൂൺ എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഈ പൊടി. അത് നമ്മൾ കുഴച്ച് വരുമ്പോഴത്തേനും നമുക്ക് വെള്ളം ഇച്ചിരി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പിന്നെ എടുക്കാം. അത് മാറ്റി നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. നമുക്കിതിലേക്കിനി നമുക്കൊരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കി വെള്ളം ആവശ്യത്തിന് ചേർക്കുക. പിന്നെ നമ്മൾ ഈസ്റ്റ് ഈ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും 1 കപ്പ് യോഗട്ടും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടി നമുക്ക് കുറേശ്ശെ ഇട്ട് അത് നല്ല കയ്യിൽ ഒട്ടിയല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ 2 സ്പൂൺ എണ്ണയും കൂടെ ഞാൻ തൂത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഇത് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ നേരം ആയിട്ടുണ്ട്. നമുക്കിത് ഡബിൾ സൈസ് കിട്ടി. നമുക്കിതിനെ എടുത്ത് നമുക്ക് പരത്തി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ പാൻ ഒരു 2-3 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷമാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 20 to 30 സെക്കൻഡ് ഇത് അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട്, ഏറ്റവും കുറയ്ക്കൊന്നും വേണ്ട, തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് അത് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 30 സെക്കൻഡെങ്കിലും അത് നമ്മൾ അതുപോലെ തന്നെ വെച്ചിരിക്കണം. ഇതിന് ശേഷം മാത്രമായിരിക്കണം അത് മറിച്ചിടേണ്ടത്. മറിച്ചിട്ട് കഴിഞ്ഞ് നമ്മളിതുപോലെ ഒരു 20 to 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് തിരിച്ചിടണം. അപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി കൊമളച്ച് വരിക.
ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് അതിലേക്ക് ബട്ടർ എടുത്ത് നമുക്ക് 2 സൈഡിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടർ കുബൂസ് റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.